ഹലോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. രേണു സുധിയാണ് ഇന്നത്തെ കണ്ടന്റും. താല്പര്യമില്ലാത്ത ആളുകൾ കാണാതെ പോവുക. വെറുതെ കണ്ടതിന് ശേഷം കാണാൻ പറയരുത്. നമ്മളിപ്പോൾ രേണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും അവരുടെ പോരായ്മകൾ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് അത് ഫീൽ ചെയ്യുന്നത് കുറ്റം പറയുന്നതും പരദൂഷണം പറയുന്നതായിട്ടാണ്. നമ്മളിത് പറയുന്ന സമയത്തും നമ്മുടെ വിമർശന പരിധി വിടാതെയാണ് നമ്മളത് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ഓർക്കുക. നമ്മൾ മറ്റുള്ളവരെ തിരുത്താൻ സാധിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ അവരെ കുരിശിത്തറയ്ക്കുന്ന പോലെ ഒന്നുമല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അവരുടേതായ തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോ വഴി പറഞ്ഞു പോകുന്നുണ്ട്. എന്നിരുന്നാലും ചില ആളുകൾക്ക് അത് ദഹിക്കണില്ല. ദഹിക്കാത്ത ആളുകൾ ദഹിക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ട എന്ന് പറയുന്ന പോലെ ദഹിക്കാത്ത വീഡിയോസ് കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. രേണു സുധിയുടെ സുഹൃത്തും കൂടെ ഇരുന്നിട്ട് ബിഗ് ബോസ് ഹൗസിലെ ഒരു ചെറിയ ചിത്രം അല്ലെങ്കിൽ ഒരു രംഗം അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത് കണ്ടതിന് ശേഷം ബാക്കി പറയാം കേട്ടോ. യു കോൾ മീ രേണു സുധി ആരാണ് എന്നിട്ട് അറിയില്ല. ഈ സുധി എന്തിനാണ് അനീഷ തന്നോട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വളരെയധികം സഹതാപം അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഒരു മ്ലേച്ഛം അങ്ങനെയൊക്കെ പറയുക നമ്മൾ, എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രേണുവിന് എങ്ങനെയാണ് ഈ ഒരു ടോക്ക്, ഈ ഒരു സംഭവം കളിയാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സുധിയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവർ ഇത്രയും വരെ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. കാരണം തൊട്ടേനെ പിടിച്ച് എനിക്ക് സുധിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് അവരുടെ ഓരോ ഇന്റർവ്യൂസിലും ഓരോ വീഡിയോസിലും ഇപ്പൊ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വരെ അവർ അങ്ങനെയല്ല, ഞാൻ സുധിയുടെ പേര് ദുരുപയോഗം ചെയ്യുകയല്ല എന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ ആളുകളിലേക്ക് ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നി? എനിക്കും രേണുവും കൂടെ സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ കളിയാക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷും മസ്താനിയും രേണുവിനെതിരെ സംസാരിച്ചതും രേണു പെരുമാറുന്നതിൽ എന്താണ് വലിയ വ്യത്യാസമുള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി, മറ്റുള്ളവർ സുധി ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്രയും ആക്രോശിച്ചുകൊണ്ട് കടിച്ചു കീറാൻ ചെന്ന് അവിടെ അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയ രേണുവാണ് പുറത്തിറങ്ങിയതിനു ശേഷം സ്വന്തം ഭർത്താവ് സുധി ആരാ എന്ന് മറ്റൊരാളെ ഓപ്പോസിറ്റ് ഇരുന്ന് ആ രംഗങ്ങൾ തമാശ രൂപേണ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ നിന്ന് തുള്ളി കൊടുക്കുന്നത്. എനിക്കൊന്നും എൻ്റെ അമ്മ മരിച്ചു പോയതാണ്, ഞാനുമായിട്ട് ഭയങ്കര കണക്ഷനുള്ള ആളായിരുന്നു. എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എപ്പോഴും കിടന്നുറങ്ങിയിരുന്നത് എൻ്റെ അമ്മമ്മേൻ്റെ കൂടെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുള്ളത് അമ്മമ്മയാണ്. ഞങ്ങൾ അധികം പുറത്ത് പോകാറുള്ള അമ്മമ്മേൻ്റെ കൂടെയാണ്. പിന്നെ എന്താണ് PTA മീറ്റിംഗ്, എൻ്റെ സ്കൂളിലെ PTA മീറ്റിങ്ങിന് വരെ എനിക്ക് തോന്നുന്നു +1 +2 ആ ഒരു സമയം വരെ വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എൻ്റെ അമ്മമ്മയാണ്. സോ അത്രയും ഒരു കണക്ഷനാണ് ഞങ്ങൾ രണ്ടാളുടെ. എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രൗഡും വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെയാണ്. എൻ്റെ ഫോണിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പോലും ഇങ്ങനെ ഹാസ്യ രൂപേണ ഒന്ന് കളിയാക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നില്ല. അപ്പം ആരാ എൻ്റെ അമ്മമ്മ ആരാ എന്നൊക്കെ ചോദിക്കുന്ന അതുപോലും എനിക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. പക്ഷേ പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിൽ നടന്നു പോയ ഒരു ഇൻസിഡൻറ്റിന്, ഈ ഒരു ഇൻസിഡന്റ് അവർ പ്രതികരിച്ച രീതി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുധീനെ പറയരുത്, മരിച്ചുപോയ ആളെ പറയരുത്, സുധി ആരാന്ന് അനീഷ് ചോദിക്കുന്ന സമയത്ത് അതേ ഇൻസിഡന്റ് ആണ് സ്വന്തം കൂട്ടുകാരി സുധി ആരാന്ന് പറയുന്നത്. സുധീനെ പറഞ്ഞ് കളിക്കരുതെന്ന് പറഞ്ഞു അത്രയും ഹാപ്പി ആയിട്ട് ആ ഒരു സീന് റീക്രിയേറ്റ് ചെയ്ത് അവിടെ മറ്റുള്ളവരെ വീണ്ടും പ്രദർശിപ്പിച്ച് കാണിക്കുന്നത്. ഒരിക്കൽ പോലും രേണു എന്ന് പറയുന്ന സ്ത്രീൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മളൊക്കെ വിമർശിക്കുമ്പോഴും അല്ല എനിക്ക് സുധി അങ്ങനെയാണ്, സുധി ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പെരുമാറ്റം കാണുന്ന സമയത്ത് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം റിയാക്ഷൻ ബ്ലോഗേഴ്സ് പറഞ്ഞത് എന്താണോ അതാണ് ശരി എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു 70-75% എന്ന് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളാണെങ്കിൽ ഇതേപോലെ മരിച്ചുപോയ ഒരാൾ, നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ ആരെങ്കിലും ഒരാളാവട്ടെ, നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ആരാണ് അത് എന്ന് ചോദിക്കുക. നിങ്ങൾ അച്ഛൻ, ഹസ്ബൻഡ്, സഹോദരൻ, വട്ടവർ ടീസ് ആരും ആയിക്കോട്ടെ, ആരാണ് അത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കുക. മരിച്ചുപോയ ആളെ കുറിച്ച് പറയരുത്, എൻ്റെ ഹസ്ബൻഡിനെ പറയരുത്, എൻ്റെ അച്ഛനെ പറയരുത്, എൻ്റെ സഹോദരനെ പറയരുത് എന്ന് പറയുക. ശേഷം നിങ്ങൾ ഇതേ ഒരു സംഭവം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് അത്യാവശ്യത്തിന് വൈറലായി, അല്ലെങ്കിൽ 4 ആൾ കേട്ടു, 4 ആൾ അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് തമാശയ്ക്കാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യം റീക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അനുകരിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അത് വേറെ ഏതെങ്കിലും രീതിയിൽ തമാശ രൂപേണ കാണിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ചെയ്യില്ല, അത് ഞാൻ 100% പറയുകയാണ്. എനിക്ക് ഇപ്പോൾ പോലും എൻ്റെ ഹസ്ബൻഡിന് ആ ഒരു അവസ്ഥയിൽ ആലോചിക്കാൻ കൂടെ വയ്യ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പറേ സുധി എനിക്ക് അത്രയും ജീവനാണ് എന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ് മസ്താനി അങ്ങനെ പറഞ്ഞ സമയത്ത് കരഞ്ഞു മെഴുകി സുധീനെ പറയരുത് എന്ന് പറഞ്ഞ് അത്രയും ആക്രോശിച്ച ഒരാളാണ് പുറത്തു വന്നിട്ട് സുധി ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിനെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം, മസ്താനി ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് കണ്ടന്റ് കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ച ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്.
അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരത് റീക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻ്റർവ്യൂസിലും വീഡിയോസൊക്കെ ആയിട്ട് ചെയ്ത സമയത്തും അത് അക്സെപ്റ്റബിൾ ആണ്, അതൊരു തമാശയാണ്, നമുക്കത് കാണുകയും ചെയ്യാം, ചിരിക്കുകയും ചെയ്യാം, ഒഴിവാക്കി വിടുകയും ചെയ്യാം. പക്ഷേ അതേപോലെയാണോ ഈ ഒരു സീന്? ഇത് ഒരിക്കലും ഇവരെന്താ ഒരു റീക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. കാരണം അത് അവരെ മെൻ്റലി ഹേർട്ട് ചെയ്തൊരു സാധനമാണ്. ഒരു അനീഷ് സുധി ആരാന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ പറയരുത് എന്ന് ഹൗസ് മേറ്റ് അടക്കം പറഞ്ഞ് രേണുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഷയമാണ് പുള്ളിക്കാരി പുറത്തിറങ്ങിയിട്ട് ഇത്രയും ഹാസ്യ രൂപേണ വീണ്ടും കാണിച്ചത്. അതിൻ്റെ താഴെ ഒരുപാട് പേര് അത് വേണ്ടില്ലായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എങ്ങനെ നോക്കിയാലും രേണുവും സുധീനെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംസാരവും പ്രവൃത്തികളും തമ്മിൽ ഒട്ടും യോജിച്ച് പോകുന്നില്ല പണ്ടത്തെ പോലെ തന്നെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വരാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.